അസ്സലാമുഅലൈക്കും എല്ലാ കൂട്ടുകാർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നന്നായിട്ട് പഴുത്ത പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് ഇന്ന് റെഡിയാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 3 നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം കൂടുതൽ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് അടിച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴം മിക്സിയിൽ അടിക്കുന്ന ടൈമിൽ ഏലക്കായ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ 2 ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിലേക്ക് 1 കപ്പ് മൈദ കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ അളവനുസരിച്ചിട്ടിരിക്കും മൈദയുടെ അളവ്. അപ്പം ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ മൈദ എടുത്ത ടൈമിൽ കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈദ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നന്നായിട്ട് കട്ടി പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതുപോലെയാണ് മാവ് വേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് ചുട്ടെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ വശവും നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം കഴിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ എല്ലാ വശവും നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.